നമസ്കാരം. അറിയുവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മളെ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാകും, പക്ഷെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ. സ്ത്രീകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരുക്കിയ വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ഫേവറേറ്റ് ഷീലാമയുണ്ട്. ഷീലാമ ഒരുപാട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെല്ലയൊന്നു പാടി നിന്നെ ഞാനുണർത്തിയോമലേ. നമസ്കാരം. അപ്പോൾ ഷീലാമയ്ക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 60ന്റെ ഈ ഒരു ആഘോഷവേളയിൽ കുറെ കൂടി വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? ശരിയാണല്ലോ ഷീലാമ. അപ്പൊ നമുക്ക് ഷീലാമ്മയുടെ അടുത്തുള്ളൊരു വിശേഷം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിരിച്ചുവരവിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കഥയാണെന്ന് ഷീലാമ്മ പറഞ്ഞ് ഒരു അറിവുണ്ട്. അതായത് തിരിച്ചു വന്നതിലുള്ളൊരു സാഹചര്യം, മനസ്സിനക്കരെ സിനിമ ചൂസ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടി. ഞാൻ കുറേ കാലം അഭിനയിക്കാതിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇനി അഭിനയിക്കണോ വേണ്ടയോ, ഇനി അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാനോ വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണചന്ദ്രനല്ലേ പാട്ടുകാരൻ, അവൻ്റെ ഭാര്യ വനിത, എനിക്ക് വളരെ അടുപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ അമ്മയെ കാണാൻ പോകുന്നുണ്ട്, അമ്മ അമൃതാനന്ദമയി കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും അവരെ കാണണമെന്ന്, എനിക്ക് വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ കാണണമെന്ന് എനിക്ക് വലിയ ആശയമുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ പോകുന്നുണ്ട് വരുന്നു എന്ന് ചോദിച്ചു. ഇനി ഞാൻ വരാം. ചെന്നൈയിൽ കോടമ്പാക്കത്തിൽ അവർക്കൊരു വലിയൊരു സ്ഥലമുണ്ട്, അവിടെ പോയി. അപ്പോൾ ഇപ്പോൾ പോയടനെ തന്നെ അവർ അകത്ത് പോയി ആരോ പറഞ്ഞു ഷീല എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഉടനെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് സമയം ഞാൻ സംസാരിച്ചു, അമ്മയോട് ഒരുപാട് സമയം സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അവർ എൻ്റെ മടിയിൽ കിടന്നു, എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നു. അയ്യോ എനിക്ക് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നു. ഉടനെ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വെച്ചാൽ ഒരു എന്തോ ഒരു എന്തോ ഒരു സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, എന്നെ ഇങ്ങനെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കണോ വേണ്ടയോ, ഒരു നല്ല കാലത്ത് ഞാൻ നിർത്തി അഭിനയമൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ പോകണോ. അമ്മ പറയും തീർച്ചയായിട്ടും അഭിനയിക്കണം. ഷീല എന്നുള്ളൊരു ജന്മം ഒരു അഭിനേത്രിയാണ്, അത് നിങ്ങൾ കഴിയുന്നത്ര മരണം വരയ്ക്ക് അഭിനയിക്കണം. ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പോഴാണ് വീട്ടിലേക്ക് വന്നപ്പോൾ സത്യൻ അന്തിക്കാട് വിളിക്കുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. സത്യൻ അന്തിക്കാട് വിളിച്ചു, ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സത്യൻ്റെ പടത്തിൽ കഥ പറഞ്ഞ് ഞാൻ എന്താ റോളെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഒരു ഔട്ട്ലൈൻ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ അവിടെ വന്ന് സത്യൻ്റെ കഥയൊക്കെ കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിനക്കരെ എന്നുള്ള പടമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജനങ്ങൾ എന്നെ എങ്ങനെ ഏറ്റെടുക്കും, തിരിച്ചു വന്നല്ലോ, അയ്യോ എന്തിനാ ഇവിടെ എന്താണ് വന്നത്, ഇരുന്നൂടെ എന്നൊക്കെ പറയുമോ എന്നൊക്കെ എനിക്ക് മനസ്സിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു, റിലീസിൻ്റെ അന്ന് തിയേറ്ററിൽ പോയി, ആരും അറിയാതെ പോയി. അവിടെ ബാൽക്കണിയിലിരുന്നു, ഞാനുണ്ടായിരുന്നു, വേറെ 2-3 പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പോയിരുന്നു. അപ്പോൾ അവിടെ ഷീല, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷീല എന്ന് എന്തോ എഴുതി കാണിച്ചോണ്ട് ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൈതട്ടി. അപ്പോഴേ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ, സത്യത്തിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, സന്തോഷത്തിൽ കണ്ണ് നിറയില്ല അതുപോലെ നിറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ച്, ഈ അമ്മയാണ് എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അമ്മ അന്ന് തന്ന ഒരു എനർജിയിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു. അതെ, നമുക്ക് ഒന്ന് പറഞ്ഞ് എന്താ വേണ്ടത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, അതും ഇത്രയും വലിയൊരാള് എന്നോട് പറയാണ്. ഈ ലൊക്കേഷനിൽ നയൻതാരയുടെ ഒക്കെ ഒരു തുടക്കമാണല്ലോ അത്. അപ്പോൾ അതിനുശേഷം എപ്പോഴെങ്കിലും അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അവരെപ്പോഴും പണ്ടൊക്കെ എന്നോട് വീട്ടിലേക്ക്, ആ പടമൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. വളരെ നല്ല സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ വരില്ല, ആദ്യം മോഡലിംഗ് ആയിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഹെവി മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കും മാസ്റ്റർമാർക്ക്. വന്ന പുതിയതാ പെണ്ണ്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നീ ഒന്ന് ചെയ്താൽ മതി, നല്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അപ്പം നമ്മുടെ മുഖം ജനങ്ങൾ നോക്കത്തുള്ളൂ, നല്ല ചിരിച്ചാൽ നമ്മുടെ മുഖത്തെ നോക്കത്തുള്ളൂ. മൂവ്മെന്റ്സ് ഒക്കെ തെറ്റിയാലോ ഒന്നും ഇല്ലത്.
ഇന്നായിരിക്കും അവർക്ക് നോക്കുക, അവരുടെ എല്ലാ മൂമെന്റ്സിലും നല്ല ചിരിയായിരിക്കും. കറക്റ്റ് അതെ. നല്ല ചിരിച്ചുകൊണ്ട് അവരിയ്ക്കുന്നത്. കാല് തെറ്റിയാലും ആരും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ചില പൊടി കൈകളൊക്കെ ഷീലാമ്മ നയൻതാരയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി നമുക്ക്, അതായത് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളാണ്, കുറെ പാട്ടുകളിലുള്ള ഗെയിം നമ്മൾ കളിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കാൻ ഒരു അവസരം കൂടി ഞാൻ നൽകാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ പെർഫോമർ നാടൻ പാട്ടുകൾ പാടുന്ന, സിനിമാ പാട്ടിനേക്കാളും കൂടുതൽ നാടൻ പാട്ടുകൾ പാടി നമ്മളെ രസിപ്പിക്കുന്ന ഒരു മിടുക്കിയായ കലാകാരിയാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക്, അല്ലെങ്കിൽ ഷീലാമ്മയുടെ മുന്നിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പാർവതി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലോ. ശരി, അപ്പൊ പറയൂ, ഈ നാടൻ പാട്ട് എന്നുള്ള ഒരു കലാരൂപം തെരഞ്ഞെടുക്കാനും, അല്ലെങ്കിൽ നാടൻ പാട്ടിനെ ഏതൊക്കെ രീതിയിൽ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? അതെ, ഒരുപാട് വെറൈറ്റി ചെയ്യണമല്ലോ നാടൻ പാട്ട്. ഇപ്പൊ പഴയ കാലം പോലെ അല്ലല്ലോ, ഇപ്പൊ എല്ലാത്തിനും വെറൈറ്റി ആണ്. ഇപ്പൊ ന്യൂ ജനറേഷൻ തന്നെ ഏറ്റെടുക്കണമെങ്കിൽ ആ രീതിയിൽ നമ്മളിപ്പോ മുമ്പോട്ട് പോയേക്കത്തുള്ളൂ. പിന്നെ ഞാൻ നാടൻപാട്ട് രംഗത്തേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സാണ്. ഇതുപോലെ മത്സരങ്ങൾക്ക്, ജില്ലാതലം അങ്ങനെ മത്സരങ്ങൾക്ക് നാടൻപാട്ട് പോയാൽ നന്നായിരിക്കും, അപ്പൊ നീ പാടിയ നന്നായിരിക്കും, നമുക്ക് പോയി നോക്കാം. അപ്പൊ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കും. ഒരു പാട്ടെടുത്ത് അങ്ങനെ പോയി അതങ്ങ് പിന്നെ പാടാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി പാട്ടുകൾ. അപ്പോൾ നമുക്ക് കൂടുതലും മണിച്ചേട്ടന്റെ പാട്ടുകളായിരിക്കും നമ്മൾ കൂടുതലും ഇങ്ങനെ. മണിച്ചേട്ടനാണ് നമുക്ക് നാടൻ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മണിച്ചേട്ടൻ. അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടും, അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് ഒരു സമിതി ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ സമിതി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കൊള്ളാം, സ്റ്റേജുകളിലേക്ക് കയറിയാൽ കൊള്ളാലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ. ഷീലാമ്മയ്ക്ക് എങ്ങനെയാണ് നാടൻ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ശ്രീ പാർവതിക്ക് അതുപോലെ കലാഭവൻ മണി ചേട്ടന്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഓടപ്പുഴ പുരസ്കാരം 2018 2019 കലാഭവൻ മണി ഫൗണ്ടേഷനിലെ ഓടപ്പുഴം പുരസ്കാരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച നാടൻപാട്ട് കലാകാരി കിട്ടിയതിലാണ് എനിക്ക് സന്തോഷം. കാരണം എൻ്റെ ഹസ്ബൻഡ് എഴുതി സംഗീതം ചെയ്ത പാട്ടിനാണ് അച്ഛന്റെ പൊന്മകൻ എന്ന് പറഞ്ഞ പാട്ടിനാണ് എനിക്കൊരു ശ്രീ പാർവതി അറിയപ്പെടുന്നത് നാടൻ ആ ഒരു പാട്ടിന്റെ രംഗത്തിൽ അറിയപ്പെടുന്നത് സജി പാറു എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് സജി എന്നാണ്. പാർവതി, ശ്രീ പാർവതി ആർക്കും അറിയത്തില്ല, പാറു എന്നാണ്. പാട്ടുകാരനാണോ? ഹസ്ബൻഡ് പാട്ടുകാരൻ, സിംഗറാണ്. പിന്നെ ഒരു മ്യൂസിക് പാട്ടിനിടയ്ക്ക് ലവ് ആയതാണോ? അതെ, ഞങ്ങളുടെ സമിതിയിൽ ലീഡ് പാടാൻ വന്ന് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ലീഡ് പാടുന്നു, ഒരുമിച്ച് അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ലീഡ് ജീവിതം ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതെ അതെ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഷീലാമ്മ അടുത്തിരിക്കുന്ന ആളാണ്. അതെ, അപ്പൊ എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ചേട്ടനെയാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകണം. ചേട്ടൻ ഏതൊരു വയസ്സിൽ മുതലാണ് പാട്ട് പാടാൻ തുടങ്ങിയത്? നാടൻ പാട്ട് പാടാൻ തുടങ്ങിയത് എൻ്റെ ഒരു 23 വയസ്സ് മുതലാണ്. 23 വയസ്സ്. അതിനു മുൻപ് വേറെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ അപ്പൻ ഒരു പാട്ടുകാരനായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് നാടൻ പാട്ട്. ഇപ്പൊ നിങ്ങൾ അടുത്തിടെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടിയ ഒരു നാടൻ പാട്ട് വൈറലായി അല്ലേ? ഇപ്പം ഒരു പാടിയ കേരളത്തിൽ ഇന്നവരെ ആരും ചെയ്യാത്തൊരു പാട്ട് തന്നെ ഞങ്ങള് പാടി. ഇന്നിപ്പോ അത് കേരളത്തില് വൈറലാണ്. തമിഴ് നമുക്ക് ഇന്ന് വേണ്ടി ആ ഒരു പാട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരു പെർഫോമൻസ് നമുക്ക് ഉണ്ട്. എന്തായാലും സന്തോഷം. നാടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന വിൽസൺ ഓഡിയോസിന്റെ പുതിയ സിനിമയാണ്. അപ്പൊ തമിഴിൽ നിന്ന് അത് മലയാളത്തിലോട്ട് റീമേക്ക് ചെയ്യുന്ന പടമാണ് കാടകം എന്ന് പറയുന്ന സിനിമ. അതിന്റെ ടൈറ്റിൽ സോങ് ഞാനാണ് പാടുന്നത്. നാടൻ പാട്ടിന്റെ താരദമ്പതികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ. ശ്രീ പാർവതി പാട്ട് പഠിച്ചിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇവര് ശ്രീ പാർവതിയുടെ ഒരു പാട്ട് നമുക്ക് കേട്ട് കളയാം അല്ലെ? ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുകയാണ്, പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. രാസയ്യാരോ രാജാ രാസയ്യാരോ രാജാ രാസയ്യാരോ രാജഹോ മാലൈഗാ ദേശുണ്ടാലോ ലേസോ ദേശുണ്ടാലോ ലേസോ ദേശുണ്ടാലോ ലേസഹോ മാലൈഗാ രാസയ്യാരോ രാജാ രാസയ്യാരോ രാജാ രാസയ്യാരോ രാജ
దేశందాలో లేసహో మాలైగా ఇంబి ముళ్ళో నారగముళ్ళో అజైజం మగనారగిదో ఇంబి ముళ్ళో నారగముళ్ళో అజైజం మగనారగిదో పుట్టుడు కుళుతూ తెరిగ ನೋಡಲೀಲೆ ನೀ ನಮ್ಮ ದಾರಿನೇ ನನ್ನೇರಿನೇ ಲೀಲೆ ಹುಟ್ಟೋಳು ಕುಳಿತು ತೆರಿಗ ನೋಡಲೀಲೆ ನೀ ನಮ್ಮ ದಾರಿನೇ ನನ್ನೇರಿನೇ ಲೀಲೆ ರಾಸಯ್ಯಾರೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜವೋ ಮಾಲೈಗ దేశందాలో లేసో దేశందాలో లేసో దేశందాలో లేసహో మాలైగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా ఇంబి ముళ్ళో నారగముళ్ళో అజై జంబగా మమ నారగదో బొబొబో ఇంబి ముళ్ళో నారగముళ్ళో అజై జంబగా మమ నారగదో బొబొబో రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా రసయ్యయ్యో రాజ రసయ్యారో రాజకుమారగా వారిగా వారిగా പൊരുവതിനായി വളരെ നമേസി അരുളിയമ്മത മലർവരം കൊണ്ട് മതിച്ചതിന്നൂടെ വംശമുഖവേ മുടിപ്പതിന്നു ഞാൻ കുട്ടുളുകുളകുതിരിയെന്നോടാലില്ലേ നീ മതാരിക നന്നീലേ കുത്തുളുകുളകുതിരിയെന്നോടാലില്ലേ 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 മതാരിക നന്നീലേ കുത്തുളുകുളകുതിരിയെന്നോടാലില്ലേ ദേശന്താഴോ രാജ ദേശന്താഴോ രാജകുമാരക ദേശന്താഴോ രാജ ദേശന്താഴോ രാജകുമാരക രസയ്യയ്യോ രാജ രസയ്യാരോ രാജകുമാരക രസയ്യയ്യോ രാജ രസയ്യാരോ രാജകുമാരക നല്ലക്കാലോടി വനാരദ ലോടി വനാരദ നല്ലക്കാലോടി വനാരദ ലോടി വനാരദ ഹേ ഹേ രാരാരോ ബോ ഗണ്ണേ ആരാരോ ബോ ഗണ്ണേ താരാരോ ബോ ഗണ്ണേ ആരാരോ ബോ ഗണ്ണേ ദിഗേಗೆ ಗುಗನಲ್ಲ ಜೈ ಸಂಬಗ ಮಮ ನಾರಗದೋ ಬೋ ದಿಗೇಗೆ ಗುಗನಲ್ಲ ಜೈ ಸಂಬಗ ಮಮ ನಾರಗದೋ ಬೋ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ಇಂಬಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಜೈ ಸಂಬಗ ಮಮ ನಾರಗದೋ ಬೋ ಇಂಬಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಜೈ ಸಂಬಗ ಮಮ ನಾರಗದೋ ಬೋ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜകുമാരക എന്തൊരു എനർജി അല്ലേ, നല്ല പവർ ആയിരുന്നു. നല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് പാടിയപ്പോഴൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു പാട്ടിനൊരു പ്രത്യേക എനർജി ഉണ്ട്. അത് നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് കേൾക്കുമ്പോ ഒരു എന്താ പറയാ, ഒരു ഗൂസ് ബംസ് ഇങ്ങനെ വരുന്ന പോലെ. സൂപ്പർ. അപ്പൊ ഷീലാമ നമുക്കൊരു സമ്മാനം നൽകാനുണ്ട്. അപ്പൊ ഷീലാമ ഇങ്ങോട്ട് വന്നോളൂ. രാജ രസയ്യാരോ രാജകുമാരക രസയ്യയ്യോ രാജ രസയ്യാരോ രാജകുമാരക രസയ്യയ്യോ രാജ രസയ്യാരോ. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട്, അതായത് ഈ താരദമ്പതികൾ ചേർന്ന് ഒരു മനോഹര ഗാനം കൂടി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് പാടാൻ പോവാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച വൈറലായ ആ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ കൂടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വന്നോളൂ. സജി ചേട്ടനും ഒരു ഗംഭീര കൈയ്യടി. വളരെ നമേസി അരുളിയമ്മ യെസ്. അപ്പൊ അങ്ങനെ ഇവരുടെ ആ ഒരു ഇടിവിട്ട് പാട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനു മുമ്പ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷീലാമ തന്നെ ഇവർക്ക് ഈ കപ്പിൽ സൈൻ ചെയ്ത് ഈ ഒരു സ്നേഹ സമ്മാനം കൂടി നൽകണം.
അപ്പോൾ അടുത്ത നിങ്ങളുടെ ഈ വൈറൽ സോങ് കൂടി കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയാം. ടാറ്റ ബൈ ബൈ. ஆடி காத்திலையோ ஆடுதடி ஓடுதடி அழகே மூடுதடி என்பே உன் சேலை நீ முன்ன நடக்கையிலே கையாட்டி அடிக்குதுரை பின்ன வருவாளே